ഹലോ. രാവിലെ എണീറ്റാൽ കുറച്ച് നേരം കണ്ണാടി നോക്കണം. അതിപ്പോൾ എൻ്റെ ഒരു ശീലമാണ്. മുമ്പത് ഞാൻ കണ്ണാടി നോക്കില്ലായിരുന്നു, എനിക്കിഷ്ടമേ അല്ല. എന്ന് വെച്ചാൽ എൻ്റെ വിചാരം എൻ്റെ ഫേസ് കാണാൻ കൊള്ളത്തില്ല, ഞാൻ കറുപ്പാണ്, അങ്ങനെ ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും എൻ്റെ ഫേസ് നല്ല ചേർന്ന ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും എന്നെ കുറേ നല്ല രസമുണ്ട്, ഇതിൻ്റെ വേറെ കളർ മേടിച്ച് തരാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഞാനൊരിക്കൽ അറിയാണ്ട് ഒരാളിൽ ചോദിച്ചിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ചോദിച്ചു, കാണാൻ കൊള്ളാമോ, അതായത് ഡ്രസ്സാണ് കാണാൻ കൊള്ളാമോ എന്ന് ചോദിച്ചത്. അവർ തിരിച്ച് തന്ന മറുപടി എന്താണെന്ന് അറിയാമോ? നമ്മളെ മുഖത്ത് എന്താണോ ഉള്ളത് അതല്ലേ കണ്ണാടി കൂടെ കാണിക്കുള്ളൂ എന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ചോദിച്ചു, എന്തിനാണാവോ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാൻ പോയി, അത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ മനസ്സിലൊന്നും ഞാൻ ചിന്തിച്ച്. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നെ കൊണ്ട് നടക്കുന്ന ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ അല്ലേ പിന്നെ ഞാൻ അതിനെവരെയൊക്കെ മൈൻഡ് ചെയ്യണേന്ന്. അതുകൊണ്ട് ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. എനിക്കിപ്പോൾ എന്നെ തന്നെ എൻ്റെ ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പത്തെ പോലെയല്ല. മുമ്പ് ഞാൻ അങ്ങനെ ഒന്നിനും വേണ്ടി സമയമൊന്നും കളയത്തില്ല. ഇപ്പം ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാനും ചെറിയ രീതിയിൽ മേക്കപ്പ് ഇടാനും അങ്ങനെയൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ അടുക്കള വിശേഷത്തിലോട്ട് പോയാലോ? ഇന്ന് കാപ്പി അപ്പമാണ്, പക്ഷെ കറിയൊന്ന് മാറ്റി പിടിച്ചു. കുറേ ദിവസമായി നമ്മളവിടെ ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലാകും. അപ്പോൾ എന്തായാലും മസാല ദോശയ്ക്ക് വാങ്ങിച്ച കിഴങ്ങ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കരുതി ഒരു ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത്. എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ഈ സ്റ്റൂ പോലത്തെ തേങ്ങാപ്പാലൊഴിച്ച കറിയാണ് ഇഷ്ടം. പക്ഷേ ക്യാരറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് മുളകും മല്ലിയൊക്കെ ഇട്ടൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇതെല്ലാം അരിഞ്ഞ് കുക്കറിൽ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് 2 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ കറി ആയിക്കോളും. എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ഏകദേശം പാചകമൊക്കെ അറിയാമായിരുന്നെങ്കിലും ഈ ഉള്ളിക്കറി, ഉരുളക്കിഴങ്ങ് കറി, ഗ്രീൻ പീസ് കറി ഇതിലൊന്നും മുളക് പൊടി മല്ലിപ്പൊടി അതൊന്നും ഇടണമെന്ന് എത്ര അളവ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനെനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരല്പം കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ചേട്ടത്തി പറഞ്ഞു തന്നു, എടി ഇങ്ങനത്തെ ഈ കറികളിൽ നിന്ന് മുളക് പൊടി നമ്മൾ കുറച്ചേ ചേർക്കാവൂ. അതിന് ശേഷം അപ്പം ചേട്ടത്തി പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും ഇതിലൊക്കെ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. അതിനുശേഷം ഞാൻ ഈ കറിയൊക്കെ നല്ല വൃത്തിക്ക് വയ്ക്കാൻ പഠിച്ചത്. അപ്പം ആ രീതിയിൽ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കറിയൊക്കെ ആയി. പിന്നെ നല്ല അപ്പം ചുട്ടെടുത്തു. അപ്പമൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കണം. അപ്പം ആവശ്യത്തിനുള്ള അപ്പമൊക്കെ ചുട്ടെടുത്തു. ഉരുളക്കിഴങ്ങ് കറിയായി. പിന്നെ ചായ അതും ഇട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. റംസാന് റിദാനിക്കും ഞാൻ അപ്പവും ദോശയൊക്കെ ചൂടോടെ ചുട്ട് അവിടെ വെച്ച് കൊടുക്കും. റംസാൻ നല്ല മൂടാണെങ്കിൽ റിദാനും കൂടെ വാരി കൊടുത്ത് അവൻ കഴിക്കും, ഇല്ലെങ്കിൽ രണ്ടും കൂടെ ഭയങ്കര അലമ്പാണ്. എന്നിട്ട് ഞാനും കഴിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ടാറ്റാ ബേബി.